വഴിവാണിഭങ്ങളും വഴിയോര ചന്തകളും സജീവമായതോടെ അവഗണനയുടെ നേർക്കാഴ്ചയായി മാറി കച്ചേരി ജംഗ്ഷനിലെ ആറ്റിങ്ങൽ നഗരസഭ മത്സ്യ മാർക്കറ്റ്. വിശാലമായ മാർക്കറ്റിന്റെ നവീകരണത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന നഗരസഭയുടെ ബഡ്ജറ്റ് വാഗ്ദാനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങിയിട്ടുണ്ട്. പഴയകാലത്ത് ചന്ത ഏറെ പ്രസിദ്ധമായതിനാൽ വിദൂര സ്ഥലങ്ങളിൽ നിന്നും പോലും നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി ഇവിടേക്ക് എത്തിയിരുന്നു. പിന്നീട് ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് പിന്നിലായി സ്വകാര്യ മാർക്കറ്റ് വന്നതോടെയാണ് നഗരസഭാ മാർക്കറ്റ് തകർച്ച നേരിട്ടത്. അടിസ്ഥാന സൗകര്യങ്ങൾക്കും മത്സ്യവില്പനയ്ക്കുമായി ഷെൽട്ടറുകൾ നിർമ്മിക്കാനുമായി ലക്ഷങ്ങൾ ചിലവഴിച്ച മത്സ്യ സ്റ്റാളുകൾ ഇന്ന് തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ്. 20ഓളം തെരുവ് നായ്ക്കളാണ് ഇവിടെ ചുറ്റിത്തിരിയുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ദിവസം 500-400 രൂപയാണ് കടക്കൂലി. ഒരു കട എടുത്താൽ പോലും ഇത്ര പൈസ കൊടുക്കേണ്ട പാടാണ്. ഇത് ഒരു ചന്തയ്ക്കകത്ത് കൊടുക്കുന്നതാണ് ദിവസം 500-400 രൂപ. ഒരു വൃത്തി എന്ന് പറഞ്ഞില്ല ചന്തയ്ക്കകത്ത്. നാറ്റം കാരണം ഇവിടെ ഇരിക്കാൻ വയ്യ. നായ്ക്കളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടല്ലേ? അത് ഇവിടെ കുറേ ഉണ്ട് പോനെ. അതിന്റെ ശല്യം അതിന്റെ അപ്പുറം ഇവിടെ മൊത്തവും കിടക്കുന്നുണ്ട്. ആൾക്കാർ മീൻ മേടിക്കാൻ വരുമ്പോഴത്തേക്കും ഭയങ്കര കാരണം അവർ വരണില്ല. ഇവിടെ ആളെ ഇല്ല. കാര്യം നാറ്റം കാരണം അവർക്ക് ഇതിന്റെ അകത്ത് കയറാൻ അതിന്റെ അപ്പുറം പട്ടിക ശല്യം. 13 വർഷം മുൻപാണ് 12 ലക്ഷം രൂപ ചിലവഴിച്ച് മത്സ്യ സ്റ്റാൾ നിർമ്മിച്ചത്. മത്സ്യവ്യാപാരത്തിന് അനുയോജ്യമല്ലായിരുന്നു നവീകരണം. നിർമ്മാണത്തിലെ പിഴവ് മൂലം പൂർത്തിയാക്കിയ ശേഷം കുറച്ചുകാലം മാത്രമാണ് മാർക്കറ്റ് പ്രവർത്തിച്ചത്. പിന്നീട് ഒഴിഞ്ഞുകിടക്കുന്ന സ്റ്റാളുകളിൽ കശാപ്പിന് കൊണ്ടുവരുന്ന കന്നുകാലികളെ കെട്ടിയിടാൻ തുടങ്ങി. എന്നാൽ മത്സ്യ സ്റ്റാളുകളുടെ നിർമ്മാണത്തിലുണ്ടായ പിഴവ് കാരണമാണ് മത്സ്യവില്പനക്കാർ പിന്മാറിയതെന്ന് നാട്ടുകാർ പറയുന്നു. ടൗണിൽ പലയിടങ്ങളിലും വഴിയോര കച്ചവടവും വഴിവാണിഭവും അനധികൃത ചന്തകളും വന്നതോടെ കച്ചേരി നടയിലെ മാർക്കറ്റിന്റെ പ്രസക്തി തന്നെ ഇല്ലാതായി. കച്ചേരി ജംഗ്ഷനിലെ മത്സ്യ മാർക്കറ്റ് അടിയന്തരമായ അറ്റകുറ്റപ്പണികൾ നടത്തി മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.